ഭയങ്കര ശല്യക്കാരനായിരുന്ന കിച്ചിലി എന്ന പെരിങ്കള്ളനെ പെരുമാനിക്കാർ പിടിച്ചു കെട്ടി പെരുമാനി ദേശം കടത്തി. പെരുമാനിയോട് തീരാത്ത പകയുമായി പോയ കിച്ചിലി അന്യദേശത്ത് പോയി ഒടിവിദ്യ പഠിച്ച് പെരുമാനിയിലേക്ക് ഇരുട്ടിൽ ഒളിച്ചെത്തി. എന്ന് നേരം പുലർന്നപ്പോൾ പെരുമാനിക്കാർ ഞെട്ടി. പെരുമാനിയെ തല തിരിച്ചു വച്ചേക്കുന്നു. എലിക്ക് പൂച്ചയുടെ തല, പൂച്ചയ്ക്കോ എലിയുടെ തല. അമ്പലത്തിന്റെ സ്ഥാനത്ത് പള്ളി, പള്ളിയുടെ സ്ഥാനത്തോ അമ്പലം. ആകെ അങ്കലാപ്പിലായ പെരുമാനിക്കാർ ആലും ചുവട്ടിൽ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു. അവസാനം അമ്പലത്തിൽ നിസ്കരിക്കുവാനും പള്ളിയിൽ പൂജ നടത്തുവാനും തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ പെരുമാനിയിലെ ആലഞ്ചുവട്ടിൽ ഒരു നോട്ടീസ് പ്രത്യക്ഷമായി. 4-ാം നാൾ ഉസ്താദിന്റെ തല പൂജാരിക്ക്, പൂജാരിയുടെ തല ഉസ്താദിന്. സ്നേഹത്തോടെ കിച്ചിലി. ആളുകൾ ഭയന്ന് വിറച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പെരുമാനി പുഴയിലൂടെ ഒരു വലിയ ആമപ്പുറത്തിരുന്ന് കയ്യിൽ കിണ്ടിയും തൂക്കി പിടിച്ച് ഒരു തങ്ങൾ വരുന്നത് പെരുമാനിക്കാർ കണ്ടത്. പെരുമാനിക്കാർ അവരുടെ പ്രശ്നങ്ങൾ തങ്ങളോട് കരഞ്ഞു പറഞ്ഞു. എല്ലാം കേട്ട് തങ്ങൾ പുഴയിലെ വെള്ളം കുടിച്ചു വറ്റിക്കുവാൻ തുടങ്ങി. ചരടഴിച്ച് മാളത്തിന് നേരെ എറിഞ്ഞു. വലിയ കയറായി മാറിയ ചരട് മാളത്തിനുള്ളിലേക്ക് കയറിപ്പോയി. തങ്ങൾ കയറ് തിരികെ വലിക്കുമ്പോൾ കയറിന്റെ തുമ്പത്തതാ കിച്ചിലി. തങ്ങൾ വായിലെ വെള്ളം മുഴുവൻ കിച്ചിലിയുടെ ദേഹത്തേക്ക് ഒറ്റ ചീറ്റൽ. വെള്ളം വീണതും കിച്ചിലി ഒരു കുഞ്ഞനായി മാറി. കുഞ്ഞൻ കിച്ചിലിയെടുത്ത് തങ്ങൾ ഒരു കിണ്ടിയിലേക്കിട്ടു. അങ്ങനെ പെരുമാനിയിലെല്ലാം പഴയ പോലായി.